സാധാരണയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ട്. ചിലത് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയും. എങ്കിലും ചിലത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പരിശ്രമം തുടരുന്നതിനിടയിലായിരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മളെ കൊണ്ട് ഒട്ടും കഴിയില്ല എന്ന്. അപ്പോൾ അത് സാധ്യമാക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ അന്വേഷിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുന്നത്. നമ്മുടെ കഴിവും പ്രാപ്തിയും എല്ലാം പരാജയപ്പെടുമ്പോൾ ഇനി ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ വേറെ നമുക്ക് വിടുതലിന് മറ്റൊരു വഴിയുമില്ല എന്ന് ബോധ്യപ്പെടും. അപ്പോഴാണ് ചിലരെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഓടിച്ചെല്ലുന്ന ആരെയും ദൈവം ഉപേക്ഷിക്കാറില്ല. അവർക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കത്തക്ക നിലകളിലുള്ള മറുപടി കൊടുത്തേ പറഞ്ഞയക്കൂ. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഉദ്ദേശത്തോടെ അല്ല, വിശ്വാസത്തോടെ തന്നെ അങ്ങനെ ഒരാളെ സമീപിക്കുമ്പോൾ അവരിൽ നിന്നും ദൈവം നമുക്ക് തരുന്ന നിലയിൽ ഒരു മറുപടി ആയിരിക്കില്ല ലഭിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കട്ടെ. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പ്രവാചകനായ ഏലിയാവ് മരണം കാണാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്ന ഏലിയാവിൻ്റെ പിന്നാലെ കൂടി. ഇപ്പോൾ വായിച്ച അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമാക്കുന്നുണ്ട്. ഏലിയാവ് പോയ എല്ലാ വഴികളിലും പിന്തുടർന്ന എലീശയോട് ഒടുവിൽ ഏലിയാവ് ചോദിച്ചു, ഞാൻ നിങ്കിൽ നിന്നും എടുത്തുകൊള്ളപ്പെടുമ്പോൾ അതിനു മുമ്പേ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഒട്ടും സമയം പാഴാക്കാതെ എലീശ ഇതാണ് പറഞ്ഞത്, എനിക്ക് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. പല ആളുകൾക്കും ഈ നിലയിലൊരു ഭാവമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ എലീശയുടെ ഉള്ളിലുണ്ടായ മനോഭാവമായിരിക്കില്ല. എലീശയുടെ ഉള്ളിലുണ്ടായ മനോഭാവം ഇതായിരുന്നു. അതായത് എലീശ ഏലിയാവിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്ന ഒരു കാര്യം, ഏലിയാവേ, അങ്ങയെ ഞാൻ പിൻപറ്റുവാൻ തുടങ്ങിയിട്ട് നാളുകളായി. അങ്ങയിലൂടെ വെളിപ്പെടുന്ന അത്ഭുത പ്രവൃത്തികളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ അങ്ങയോട് കൂടെ ഞാൻ നടന്നിട്ടും എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഞാൻ എത്ര പരിശ്രമിച്ചാലും അങ്ങയെപ്പോലെ ആകാൻ കഴിയില്ല. അങ്ങയുടെ അത്രയും അത്ഭുത പ്രവൃത്തികളൊന്നും എൻ്റെ ജീവകാലത്ത് നടക്കില്ല. അഥവാ അത് സാധ്യമാക്കണമെങ്കിൽ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഇരട്ടി പങ്ക് കിട്ടിയിട്ട് ഏലിയാവിനേക്കാൾ വലിയ ഒരാളാകണമെന്ന ആഗ്രഹത്തോടെ ആയിരുന്നില്ല എലീശ അത് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്നത്തെ പല ആളുകളെയും പോലെ ആയിരുന്നില്ല എലീശ. ഏതെങ്കിലും നിലയിൽ ചില അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്ത് പണക്കാരനാകണമെന്നോ പ്രശസ്തനാകണമെന്നോ ഉള്ള ആഗ്രഹമൊന്നും എലീശയ്ക്കില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതേ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ എലീശയ്ക്ക് നല്ലൊരു അവസരം കൈവന്നതാണ്. അതായത് നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ താൻ പാർത്തിരുന്ന ദേശത്തോ വൈദ്യന്മാർക്കോ കഴിയാതെ വന്നപ്പോൾ നയമാന്റെ വീട്ടിലെ ബാല്യക്കാരിയായ ഇസ്രായേൽക്കാരത്തി ഒരു കൊച്ചു പെൺകുട്ടി നയമാന്റെ ഭാര്യയോട്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ യജമാനത്തിയോട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ യജമാനൻ സൗഖ്യമാകും. ഇങ്ങനെ വലിയ സന്നാഹത്തോടുകൂടി നയമാൻ എലീശയുടെ അടുക്കൽ എത്തുകയാണ്. നയമാൻ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കും പ്രതിവിധിയായിട്ട് ഞാൻ ചെയ്യേണ്ടി വരുന്നത്. കാരണം എൻ്റെ ശരീരം ആകമാനം കുഷ്ഠമാണ്. ഇത്രയും വലിയ രോഗം സൗഖ്യമാകണമെങ്കിൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിയില്ല എന്ന് എൻ്റെ മുൻകാല അനുഭവങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എലീശ പ്രവാചകനും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. അത് ഒരുപക്ഷെ ദീർഘനാളുകൾ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാൽ പ്രവാചകൻ പറഞ്ഞത് വളരെ നിസ്സാരമായൊരു കാര്യമായിരുന്നു. യോർദാനിൽ 7 പ്രാവശ്യം നീ മുങ്ങുക. വെള്ളത്തിൽ മുങ്ങിയാൽ കുഷ്ഠം മാറുമോ എന്ന ചിന്തയായി നയമാന്. ആകെ കോപിഷ്ഠനായി. എങ്കിലും തൻ്റെ കൂടെ വന്ന ആളുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ കടുകട്ടിയ എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നെങ്കിലും ചെയ്യേണ്ടി വരില്ലായിരുന്നോ? ഏതായാലും നയമാൻ യോർദാനിൽ മുങ്ങി 7-ാമത്തെ പ്രാവശ്യം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ കുഷ്ഠം പൂർണ്ണമായിട്ട് മാറിയെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. പ്രതിഫലമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈക്കൊള്ളണമേ എന്ന അപേക്ഷാ സ്വരത്തിൽ നയമാൻ പറഞ്ഞപ്പോൾ എലീശ അതിന് ചെവിക്കൊണ്ടില്ല. എലീശ ആണയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഒന്നും കൈക്കൊള്ളുകയില്ല. അതെ, എലീശയുടെ ഉദ്ദേശം പണമുണ്ടാക്കലോ പ്രശസ്തി നേടലോ അല്ലായിരുന്നു. തൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയും
അതിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാവുകയും ചെയ്യണം എന്നതായിരുന്നു തൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഏലിയാവിൻ്റെ പിന്നാലെ കൂടിയതും ഇരട്ടി പങ്ക് ശക്തിക്ക് വേണ്ടി ഏലിയാവിൻ്റെ മുമ്പിൽ ആവശ്യം ഉന്നയിച്ചതും. പ്രിയരെ, ഇന്ന് കാണുന്ന പലതും ഏലിയാവിനെയും ഏലീശായെയും വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മെ അമ്പരപ്പിക്കുന്നില്ലേ, അത്ഭുതപ്പെടുത്തുന്നില്ലേ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നമ്മളെ. ദൈവം തരുന്നത് മതി എന്ന് വെച്ച് ദ്രവ്യാഗ്രഹം വിട്ട് കർത്താവിൻ്റെ സേവ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വമാകത്തക്കവണ്ണം അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.